ബഹുമാനായിട്ടുള്ള ഇടതുപക്ഷത്തിൻ്റെ പ്രതിനിധിയും ബഹുമാനായിട്ടുള്ള വലതുപക്ഷത്തിൻ്റെ പ്രതിനിധിയും ഇപ്പോൾ കാണിച്ചു കൊണ്ടിരിക്കുന്നതാണ് കേരളം നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയപ്പെടുന്നത്. ഇവർ രണ്ടുപേരും ഒന്നാണ്. രാജസ്ഥാനിലെ ശിക്കാർപൂരിൽ ഇതേ കോൺഗ്രസിൻ്റെ ആളുകൾ സഹായിച്ചിട്ടാണ് അതേ ഇടതുപക്ഷത്തിൻ്റെ ആൾ ജയിച്ചത്. ഇതേ കോൺഗ്രസിൻ്റെ ആളുകളുടെ നോമിനിയായിട്ടാണ് അതേ ഇടതുപക്ഷത്തിൻ്റെ ആൾ തമിഴ്നാട്ടിൽ മത്സരിച്ച് ജയിച്ചത്. എന്ന് പറഞ്ഞാൽ ഇവർ രണ്ടുപേരും ഒരുമിച്ച് നിന്ന് ഒരു മുന്നണിയായി പ്രവർത്തിച്ച് ജനങ്ങളുടെ മുമ്പിൽ രണ്ടാകാനുള്ള ശ്രമം നടത്തുന്നു എന്ന് പറഞ്ഞാൽ അതിനെതിരെയുള്ള ശക്തമായ പോരാട്ടം തന്നെയാണ് NDA നടത്തുന്നത്. ഞാൻ ചോദിക്കട്ടെ, പ്രതിപക്ഷം എന്ന് പറയപ്പെടുന്ന ഒരു പക്ഷം ഉണ്ടായിരുന്നല്ലോ 10 വർഷക്കാലം. മായാദാസ് സംസാരിച്ചില്ലേ? മായാദാസ്, ഞാൻ അങ്ങയോട് ചോദിക്കട്ടെ, ഭരണപക്ഷം പരിപൂർണമായി പരാജയപ്പെട്ടെടുത്ത് ആരോഗ്യ മേഖലയിൽ, വിദ്യാഭ്യാസ മേഖലയിൽ, തൊഴിൽ മേഖലയിൽ, സാമ്പത്തിക മേഖലയിൽ, സാംസ്കാരിക മേഖലയിൽ, വനം മേഖലയിൽ, ക്ഷീരവ്യവസായ മേഖലയിൽ, സ്പോർട്സ് മേഖലയിൽ ക്രിയാത്മകമായ ഇടപെടലുകൾ നടത്തേണ്ട പ്രതിപക്ഷത്വം എന്തേ 10 കൊല്ലം മൗനമായിരുന്നു? നിങ്ങളുടെ ഇടപെടലിനെ കൊണ്ട് നമ്മുടെ ചെറിയ മക്കൾ, വടക്കാഞ്ചേരി അടങ്ങുന്ന കേരളത്തിനകത്തെ ചെറിയ മക്കൾ +2 കഴിയുന്ന സമയത്ത് ഗൂഗിളിൽ സെർച്ച് ചെയ്ത കാര്യങ്ങൾ കൂടുതൽ അച്ഛനമ്മമാർ അന്വേഷിക്കുമ്പോൾ ഉണ്ടാവുക കാനഡയിലെ സീറ്റിന് എത്ര രൂപ പൈസ, അമേരിക്കയിൽ എത്ര രൂപയാണ് പഠിക്കാൻ കാശ്, ന്യൂസിലാൻഡിൽ എത്രയാണ്, ഓസ്ട്രേലിയയിൽ എത്രയാണ്. എന്തുകൊണ്ടാണ്? കേരളം അവർക്ക് സേഫ് അല്ല എന്നുള്ള ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ +2 കഴിയുന്ന സമയത്ത് നമ്മുടെ മക്കൾ പറന്ന് മറ്റ് രാജ്യങ്ങളിലേക്ക് പോകുമ്പോൾ ഇവരുടെ സർക്കാരിൻ്റെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി എന്തെടുക്കുകയാണ്? ഇവരുടെ പ്രതിപക്ഷം അവിടെ ഇരുന്ന് കൈയടിച്ചവർക്ക് എല്ലാ ആശംസകളും നേരുകയല്ലേ? അപ്പം നമ്മുടെ മക്കൾ 10 കൊല്ലമായിട്ട് ഈ കേരളത്തിൽ നിന്ന് അവർ കൊണ്ടുപോകുമ്പോൾ അന്യരാജ്യങ്ങൾ നമ്മുടെ തലച്ചോറിനെ സുഖമായിട്ട് ഉപയോഗിക്കുമ്പോൾ നമ്മുടെ പാവപ്പെട്ട മക്കൾ, ചെറിയ മിടുക്കന്മാരായിട്ടുള്ള മിടുക്കികളായിട്ടുള്ള മക്കളുടെ തലച്ചോറിനെ ഈ മണ്ണിൽ ഉപയോഗിച്ച് ഈ മണ്ണിൻ്റെ സമ്പദ്ഘടന വളർത്താനുള്ള പ്രാപ്തിയുള്ള, ശേഷിയുള്ള, കഴിവുള്ള, ദീർഘവീക്ഷണമുള്ള ഒരാളെപ്പോലും ഇടതുപക്ഷത്തിന് ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ നിർത്താൻ സാധിക്കില്ല. അങ്ങനെ അവർ ചെയ്യുന്ന സമയത്ത് അതിനെ കൃത്യമായി പ്രതിരോധിച്ച് നിർത്താൻ നിയമസഭയ്ക്കകത്ത് നിങ്ങൾക്ക് സാധിച്ചില്ല.